ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഭാരിച്ച പണി ഏതാകും? മുൻ ഇന്ത്യൻ താരം കൂടിയായ അജിത് അഗാർക്കറിന് മുന്നിൽ ഇപ്പോൾ ഈ ചോദ്യമെത്തിയാൽ ടീം സെലക്ഷൻ ആണെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അദ്ദേഹം പറയും. സെപ്റ്റംബർ 9 ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഓഗസ്റ്റ് 19 പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ടീം എന്ത് തന്നെയായാലും സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ വിമർശനങ്ങൾ ഉയരുമെന്ന കാര്യം തീർച്ച. മികച്ച പ്രതിഭകളിൽ ചിലരെ സെലക്ഷനിൽ ഒഴിവാക്കേണ്ടി വരും. ആരെയാകും സെലക്ഷൻ കമ്മിറ്റി സ്ക്വാഡിലേക്ക് പരിഗണിക്കുക? ആരൊക്കെയാകും തടയപ്പെടുക? ഇതറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, മലയാളി താരം സഞ്ജു സാംസൺ, ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എന്നിവർക്ക് ടീമിൽ സ്ഥാനം ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ആശയക്കുഴപ്പത്തിലാവുക ആരുടെയൊക്കെ കാര്യത്തിലാകും? IPL മികച്ച റെക്കോർഡുകളുള്ള യശസ്വി ജയ്സ്വാൾ, ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഒപ്പം ചാമ്പ്യൻസ് ട്രോഫി ഹീറോ ശ്രേയസ് അയ്യർ. ഇക്കൂട്ടത്തിൽ യശസ്വി ജയ്സ്വാളിന് ടീമിലേക്ക് വെളിയെത്താൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. T20 മികച്ച ഫോമിലാണെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ജയ്സ്വാളിന് BCCI നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജയ്സ്വാളിനെ T20 ടീമിലേക്ക് പരിഗണിച്ചാൽ സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് ജോഡി പൊളിക്കേണ്ടി വരും. ഇതിന് സെലക്ഷൻ കമ്മിറ്റി മുതിരാൻ ഇടയില്ല. ടെസ്റ്റ് ടീം ക്യാപ്റ്റനായുള്ള ആദ്യ പരമ്പരയിൽ തന്നെ ഇംഗ്ലീഷ് മണ്ണിൽ മിന്നും പ്രകടനം പുറത്തെടുത്ത ശേഷമാണ് ശുഭ്മാൻ ഗില്ലിന്റെ വരവ്. സമീപകാലത്തൊന്നും ഇന്ത്യക്കായി ഒരു T20 മത്സരം കളിക്കാത്ത ഗിൽ ഏഷ്യ കപ്പ് ടീമിലേക്ക് പരിഗണിക്കപ്പെടുമോ? ക്രിക്കറ്റ് സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണിത്. 2024 ജൂലൈയിലാണ് ഗിൽ അവസാനമായി ഇന്ത്യൻ ജേഴ്സിയിൽ ഒരു T20 മത്സരം കളിച്ചത്. കഴിഞ്ഞ T20 ലോകകപ്പിൽ താരം ട്രാവലിംഗ് റിസർവ് ആയിരുന്നു. അതേസമയം IPL 18ാം സീസണിൽ ഗിൽ മികച്ച ഫോമിലായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. 150 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ താരം 50 ശരാശരിയിൽ 650 റൺസാണ് അടിച്ചെടുത്തത്. ടൂർണമെന്റിൽ റൺവട്ടക്കാരിൽ 4ാമതുണ്ടായിരുന്നു ഗുജറാത്ത് നായകൻ. ടീമിലെത്തിയാൽ ഗില്ലിന് ഏത് പൊസിഷനിൽ കളിപ്പിക്കും എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാകും. വൺ ഡൗൺ ആയാണ് പരിഗണിക്കുന്നത് എങ്കിൽ തിലക് വർമ്മയുടെ സ്ഥാനം തെറിക്കും. IPL ഒരു മികച്ച സീസണിന് ശേഷമാണ് ശ്രേയസ് അയ്യർ സെലക്ഷന്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നത്. കൊൽക്കത്തയെ കിരീടമണിയിച്ച ശേഷം പഞ്ചാബിന്റെ ക്യാപ്റ്റൻസി ക്യാപ്പ് ഏറ്റെടുത്ത അയ്യർ അവിടെയും തന്റെ മിന്നും ഫോം തുടർന്നു. ടീമിനെ ഫൈനലിലേക്ക് നയിച്ച ക്യാപ്റ്റൻ 175 സ്ട്രൈക്ക് റേറ്റിൽ 604 റൺസാണ് അടിച്ചെടുത്തത്. ഈ വർഷം ആദ്യം അരങ്ങേറിയ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിരീടമണിയുമ്പോൾ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു അയ്യർ. അതേസമയം ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡിലേക്ക് താരത്തെ പരിഗണിക്കുമോ എന്ന കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ടോപ്പ് 4ൽ ബാറ്റ് ചെയ്യുന്ന താരത്തെ ഏത് പൊസിഷനിലേക്കാണ് പരിഗണിക്കുക എന്ന കാര്യം വലിയ ആശയക്കുഴപ്പമായി സെലക്ടർമാർക്ക് മുന്നിലുണ്ടാകും. മലയാളി താരം സഞ്ജു സാംസണ് ഏറെ നിർണായകമാണ് ഈ ടൂർണമെന്റ്. ഏറ്റവും ഒടുവിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് സഞ്ജു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. ഏറെ ദയനീയമായിരുന്നു ആ പരമ്പരയിൽ താരത്തിന്റെ പ്രകടനം. 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 51 റൺസായിരുന്നു സമ്പാദ്യം. അതിനാൽ തന്നെ ഏഷ്യ കപ്പിൽ ഒരു കംബാക്ക് അനിവാര്യമാണ്. സെക്കൻഡ് കീപ്പർ സ്ലോട്ടിൽ ജിതേഷ് ശർമ്മക്കോ ധ്രുവ് ജുറേലിനോ നറുക്ക് വീഴും. IPL പ്രകടനം കണക്കിലെടുത്താൽ ജിതേഷിനെ പരിഗണിക്കാൻ സാധ്യത ഏറെയാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ബാക്കപ്പ് ഓപ്ഷനായി ശിവൻ ദൂബെ ടീമിൽ ഇടം പിടിച്ചേക്കും. നിതീഷ് കുമാർ റെഡ്ഡി ഫിറ്റ്നസ് വീണ്ടെടുത്ത് മടങ്ങിയെത്താൻ സമയമെടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും സ്ക്വാഡിലെ സ്പിൻ ഓൾറൗണ്ടർമാർ. ഫിനിഷറുടെ റോളിൽ റിങ്കു സിംഗിന്റെ സാന്നിധ്യം ഒരു ചോദ്യചിഹ്നമായി കിടപ്പുണ്ട്. സമീപകാലത്തൊന്നും പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ താരത്തിന് പുറത്തെടുക്കാനായിട്ടില്ല. പേസ് ഡിപ്പാർട്ട്മെന്റിനെ ജസ്പ്രീത് ബുംറ തന്നെയാകും നയിക്കുക. അർഷദീപ് സിംഗ് ആകും സെക്കൻഡ് സീമർ. പ്രസീദ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, ഹർഷിദ് റാണ, ഇക്കൂട്ടത്തിൽ ആരെയാവും സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയണം. സെപ്റ്റംബർ 10 UAEക്കെതിരെയാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം. സെപ്റ്റംബർ 14 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ ആവേശപ്പോര്. സെപ്റ്റംബർ 19 ഒമാനെതിരെയാണ് ഗ്രൂപ്പ് റൗണ്ടിൽ ഇന്ത്യയുടെ അവസാന മത്സരം.